റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുനാഫിഖു കാഫിറുൻ. ഉള്ളിൽ കാപട്യമുള്ള ആള് സത്യത്തെ നിഷേധിച്ച ആളാണ്. വലൈസ ഫീ ദാലിക ശൈഉൻ. നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളൊരു പാത്രം കമഴ്ത്തിയാണ് വെച്ചതെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കയറൂലല്ലോ. വെള്ളം അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ തുറന്നു വെക്കണം, അല്ലേ? തുറന്നു വെക്കാതെ അടഞ്ഞുപോയ ഹൃദയങ്ങൾ, അവിടേക്ക് ഈ വെളിച്ചം കയറൂലാണ്. ഇരുട്ടുള്ള റൂം വാതിൽ തുറക്കുമ്പോഴാണ് സൂര്യപ്രകാശം. റമദാൻ ശരിക്കും അതുപോലെ തന്നെ ഒരു മഴയാണ്. വറ്റി വരണ്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പെയ്യുക. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാ സ്ഥലത്തും ആ മഴയത്ത് റോഡ് സൈഡിലൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന കുറേ ഇലകളുണ്ടാവും, മരങ്ങളുണ്ടാവും. അതൊക്കെ വൃത്തിയായി കിടക്കുന്നതാണ്. വല്ലാത്തൊരു തെളിച്ചായിരിക്കും. എല്ലാ കുഴികളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും, എല്ലാ തടാകങ്ങളും കരകവിയുന്നുണ്ടാവും. അതെന്തുകൊണ്ടാ? അത്രയും ശക്തമായ മഴ പെയ്യുമ്പോൾ അതെല്ലായിടത്തേക്ക് എത്തുന്ന പോലെ റമദാൻ അതുപോലെ പെയ്യുന്നൊരു മഴയാണ്. തുറന്നു വെച്ചിടങ്ങളിലെല്ലാം, തുറന്നു വെച്ച ഹൃദയങ്ങളിലേക്കൊക്കെ അത് പ്രവേശിക്കും. പക്ഷെ അവിടെയും റസൂലുള്ളാഹി പറയാണ്, തുറന്നു വെക്കാത്ത ചില ആളുകളുണ്ട്, അവർക്കതിന്റെ ഗുണം കിട്ടില്ല എന്ന്. നിഫാഖ്. എന്താണ് ശരിക്കും നിഫാഖ് എന്ന് പറയുന്നത്? അത് കുഫറിനോട് ഇങ്ങനെ അടുത്ത് കിടക്കുന്ന ഒന്നാണ്. ഞാൻ സത്യം അറിയാം, പക്ഷെ അത് ചെയ്യൂല. സത്യം അറിയാത്തവരല്ല, സത്യം അറിയാത്തവർ ഇതിൽ നിന്ന് നിരപരാധികളാണ്. അവരെ പഠിച്ചവന്റെ അടുത്ത് രക്ഷപ്പെടുക ചെയ്യുക. ഒരു സത്യവും അന്നെത്താത്ത എത്രയോ മനുഷ്യന്മാരില്ല, ഇപ്പോഴും ഇല്ലേ? കാടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളില്ല, ഗുഹാവാസികളായ ആളുകൾ ഇപ്പോഴും ഉണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. അവർക്കൊന്നും ഇത് അറിയില്ല. അവരൊക്കെ ഏതൊരു പ്രകൃതിയിലാണ് ജീവിച്ചത് അതിലങ്ങനെ ജീവിച്ചു മരിക്കും. അവര് പഠിച്ചവരുടെ രക്ഷപ്പെടും. അങ്ങനെ തന്നെ ഒരു ഹദീസുണ്ട്. ഒരു പ്രവാചകൻ വന്ന് മറ്റൊരു പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള ചെറിയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അവർക്ക് പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയിട്ടുണ്ടാവില്ല. അവരല്ലാന്റെ അടുത്തേക്ക് എത്തും. അപ്പൊ അവര് പറയും, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകട്ടെ. അപ്പൊ അള്ളാഹു അവരോട് പറയണത്, നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നാണ്. അപ്പൊ അവര് പോവില്ല, മടിച്ചു നിൽക്കും. ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോഴും അള്ളാഹു അവരോട് പറയും, നിങ്ങൾ നരകത്തിലേക്ക് പോകും. അപ്പോഴും അവരത് അനുസരിക്കില്ല, അവര് പിന്നെയും തർക്കിക്കും. അപ്പോഴാണ് അള്ളാഹു അവരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് യാതൊരു നിർദ്ദേശവും തന്നിട്ടില്ല, കാരണം നിങ്ങൾക്ക് പ്രവാചകന്മാരുടെ സന്ദേശം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ആകെ തന്നൊരു നിർദ്ദേശം, എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആകെ കിട്ടിയ നിർദ്ദേശം നരകത്തിലേക്ക് പോകൂ എന്ന നിർദ്ദേശമാണ്. നിങ്ങൾ അതുപോലും അനുസരിച്ചില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കും, അവരെ സ്വർഗത്തിലേക്ക് വിടും. അങ്ങനെ ഒരു ഹദീസുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ഇടവേളകളിൽ സമൂഹങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹം എന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഒരു സമൂഹമായി തീർന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടാവും. ഒരു സമൂഹം എന്ന് പോലും വിളിക്കാൻ പറ്റാത്തത്ര ഒരു ചെറിയ ജനസമൂഹങ്ങള്, ആൾക്കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അവരൊക്കെ പഠിച്ചുകൊടുത്ത് രക്ഷപ്പെടുക ചെയ്യുക. നമുക്കിത് കിട്ടിയ ആളുകളാണ്. നമുക്ക് അറിഞ്ഞു, മനസ്സിലായി, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് മനസ്സിലായ ഒരാൾ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതറിയാത്ത ഒരാൾക്ക് ആ ബാധ്യത വരുന്നില്ല. ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് നിഫാഖ് എന്ന് പറയുന്നത്? അത് പുറത്തന്വേഷിക്കേണ്ട ഒരാളല്ല. എന്താണ് കുഫ്ർ എന്ന് പറയുന്നത്? അത് പുറത്തന്വേഷിക്കേണ്ട ഒരാളല്ല, അകത്തന്വേഷിക്കേണ്ട ആളാണ്. അത് ഈ ആൾക്കൂട്ടത്തിലുണ്ടാവുക. അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കും. മുസ്ലിമും മുഅ്മിനും കാഫിറും മാത്രമല്ല ഉള്ളത്. മുസ്ലിമും എന്താ പറയുക, ഇസ്ലാമും ഇസ്ലാമിക വിരുദ്ധതയും മാത്രമല്ല ഉള്ളത്. അനിസ്ലാമികത എന്ന് പറഞ്ഞൊരു കാര്യം കൂടി. അവർ ഇസ്ലാമിക വിരുദ്ധരൊന്നുമല്ല. അവർ കാര്യം മനസ്സിലായാൽ സ്വീകരിക്കുന്ന ആളുകളാണ്, കാര്യം അറിയാതെ പോയ ആളുകളാണ്. ഇസ്ലാമിക വിരുദ്ധത എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. കാര്യം മനസ്സിലായിട്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളാണ് ശരിക്കും കുഫ്ർ എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ടാണ് അറബിയിൽ ഖുർആനിൽ തന്നെ അജബൽ കുഫാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് കർഷകർക്ക് വല്ലാതെ സന്തോഷമായി. അജബൽ കുഫാറ, കർഷകർക്ക് നല്ല ആശ്ചര്യമായി എന്ന് പറയുന്നുണ്ട്. കർഷകർക്ക് അവിടെ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് കാഫിറുകൾ എന്നാണ്. അതെന്തുകൊണ്ടാണ്? ഒരു കർഷകൻ ചെയ്യുന്നത് വിത്ത് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. സാങ്കേതിക അർത്ഥത്തിലുള്ള കാഫിർ എന്താ ചെയ്യുന്നത്? അയാൾക്ക് സത്യം അറിയാം, പക്ഷെ അയാൾ മറച്ചു വെച്ചു.
ഒരു കർഷകൻ വിത്ത് മണ്ണിൽ മറച്ചു വെക്കുന്നത് പോലെ സത്യത്തിന്റെ വിത്തുകൾ അറിഞ്ഞിട്ടും ഇയാള് അറിയാത്തതുപോലെ ജീവിച്ചു. ഹറാമിനെയും ഹലാലിനെയും കുറിച്ച് അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, അയാൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതനുസരിക്കാതെ അയാൾ ജീവിച്ചു എന്നുള്ളതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ഇതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഇത് പുറത്തുനിന്ന് തരേണ്ടതല്ല, അകത്താണുള്ളത് എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു നോമ്പ് കൊണ്ട് കിട്ടുന്ന ഫലങ്ങള് അതിന്റെ രാപ്പകലുകളിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രതിഫലാർഹമായ കാര്യമാണ്. നോമ്പുകാരൻ ഉറങ്ങുന്നത് പുണ്യാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഉറങ്ങുമ്പോഴേ അയാൾ നോമ്പുകാരനാണ്. നോമ്പ് നോറ്റ് വെറുതെ ഉറങ്ങുകയാണെന്ന് ചോദിക്കില്ല നമ്മള്. അയാൾ ഉറങ്ങിക്കോട്ടെ, അയാൾ നോമ്പുകാരനായിരിക്കെ ഉറങ്ങുന്നത് പോലും ആ സമയം പോലും അയാൾക്ക് പുണ്യകരമായ കാര്യമാണെന്നാണ് ഹദീസിൽ പറഞ്ഞിരുന്നത്. കാരണം അയാൾ നോമ്പുകാരനാണ്, ക്ഷീണിച്ചുറങ്ങിപ്പോകുന്നതാണ് അയാൾ. നോമ്പുകാരനായിട്ട് ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ എന്താണ് ഒരു റമദാനിലൂടെ സാധ്യമാവേണ്ടത്? ശഅബാനിലുള്ള ഞാൻ തന്നെയാണ് ശവ്വാലിലുമെങ്കിൽ അതിന്റെ അർത്ഥം ഈ ശഅബാനിനും ശവ്വാലിനും ഇടയിൽ വന്നുപോയ 30 ദിവസങ്ങൾ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്റെ ശീലങ്ങളെ, എന്റെ സ്വഭാവത്തെ, എന്റെ പെരുമാറ്റങ്ങളെ, എന്റെ ജീവിത രീതികളെ മാറ്റുന്ന തരത്തിൽ ആ 30 രാവന്തികൾ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാനൊരു റമദാനെ കൊണ്ട് വിജയിച്ച ആളാണെന്നാണ്. പഠിച്ചുകൊണ്ട് നമ്മുടെയും ഇടയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന മതിലുകളാണ് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ. അത് പൊളിക്കാതെ നമുക്ക് പഠിച്ചതിനടുത്തേക്ക് എത്താൻ കഴിയില്ല. പഠിച്ചവനാവും വിധം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ആ മതിൽ വെറുതെ അവിടെ ഉണ്ടാക്കണ്ട, നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. പഠിച്ചവനും നമ്മൾക്കുമിടയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മതിലുകളാണ് നമ്മൾ ചെയ്ത പാപങ്ങൾ. അത് പൊളിയാൻ, അത് മറിഞ്ഞു പോകാൻ ഒറ്റ കരച്ചിലേ ആവശ്യം ഉണ്ടാവുള്ളൂ, പഠിച്ചവനോട് ഒറ്റ പ്രാർത്ഥനയ്ക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അത്രയും അള്ളാഹു ഒരുക്കമാണ് ആ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ. പക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സന്നദ്ധത ഉണ്ടോ? അതാണ് അള്ളാഹ് നോക്കുന്നത്. അങ്ങനെ ഒരു സന്നദ്ധത ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും പഠിച്ചവൻ ഉണ്ടാക്കി തരുവാണ് ചെയ്യുന്നത്. റമദാൻ ആ അർത്ഥത്തിലാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ ശഹ്രി റമദാൻ. റമദാനിന്റെ മഹത്വം ഒരാൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ, അതിന്റെ ഓരോ സെക്കൻഡിനെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ, ലതമന്നത് ഉമ്മതി അൻ തകൂന സനതു കുല്ലഹാ റമദാൻ. വർഷം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകും. റമദാൻ ശരിയായ അർത്ഥത്തിൽ സൂക്ഷ്മതയുള്ളൊരു ജീവിതമാണ് പറഞ്ഞു തരുന്നത്. അത്രയേ ഉള്ളൂ. ശരിയായൊരു മുസ്ലിമിന്റെ ജീവിതം ഉണ്ടല്ലോ, അതങ്ങോട്ട് പറഞ്ഞു തരികയാണ്. നോമ്പ് മാത്രമേ ഉള്ളൂ പ്രത്യേകമായിട്ടുള്ളത്, അല്ലാത്ത എല്ലാ കാര്യവും എല്ലാ കാലത്തും ഉള്ളതാണ്. നിർബന്ധമുള്ള നോമ്പുണ്ട് എന്നല്ലാതെ മറ്റൊന്നും മറ്റെല്ലാ കാലത്തും ഉള്ളത് പോലെ തന്നെയുള്ളൂ. പുതിയതായി ഒന്നും റമദാനിലില്ല. തറാവീഹ് എന്ന് നമ്മൾ പേര് പറയുന്നേ ഉള്ളൂ. തഹജ്ജുദ് എന്താണോ അത് തന്നെയാണ് തറാവീഹ്. തറാവീഹ് എന്നൊരു പ്രയോഗം ഖുർആനിലോ ഹദീസിലോ ഒന്നുമില്ല. അത് സാങ്കേതികമായി ചില പണ്ഡിതന്മാർ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് നമ്മളിങ്ങനെ വിശ്രമിക്കുന്നത് കൊണ്ട്, വിശ്രമിച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തറാവീഹ് എന്ന് പേര് കിട്ടി. അപ്പൊ റമദാനിലുള്ളത് എല്ലാ കാലത്തും എന്താണുള്ളത്? അത് തന്നെയാണ്. ഭക്തിയുള്ളൊരു ജീവിതം, ശ്രദ്ധയുള്ളൊരു ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭക്തി എവിടെയാണ്? ഒരാളുടെ ഉള്ളിലാണ്. ഒരാളുടെ അകത്തുണ്ടാകുന്ന ഒരു സൗന്ദര്യത്തിന്റെ പേരാണ്. ആ സൗന്ദര്യത്തിന്റെ പ്രതിസ്പന്ദനങ്ങൾ പുറത്തും കാണാമെന്ന് മാത്രം. അതല്ലാതെ അടയാളങ്ങളിൽ ഇസ്ലാമിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ചൂണ്ടിയിട്ടാ പറഞ്ഞത്, തഖ്വ മുഴുവൻ കിടക്കുന്നത് ഇവിടെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. വേറെ ഇങ്ങോട്ട് ചൂണ്ടിയിട്ടില്ല. പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടയാളങ്ങളിലേക്ക് ചുരുങ്ങിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിച്ച വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി. മുഹയ്യിദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ പണ്ഡിതൻ. അദ്ദേഹം നേരിട്ടത്, അഭിമുഖീകരിച്ചത്, സംവദിച്ചത്, പോരാടിയത് മുഴുവനും അടയാളങ്ങളിലേക്ക് ചുരുങ്ങിയ ഇസ്ലാമിനെ, അതിനോടായിരുന്നു അദ്ദേഹം നേരിട്ടിരുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആന്തരിക സത്തയാണ്, ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിലെ സോളാണ്. അത് വൃത്തിയാകാതെ പുറത്ത് എത്ര തന്നെ അടയാളങ്ങൾ പെരുകിയിട്ടും കാര്യമില്ല. വസ്ത്രത്തെക്കുറിച്ചൊക്കെ അല്ലേ ഇപ്പൊ പ്രധാനപ്പെട്ട ചർച്ച. പുരുഷന്മാരുടെ വസ്ത്രത്തെക്കുറിച്ച് ഖുർആനിൽ ഒരു അക്ഷരം പറഞ്ഞില്ല, ഒറ്റ കാര്യം പറഞ്ഞില്ല. ആകെ പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം എന്ന് മാത്രമാണ്. അത് പുരുഷന്മാരെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടുമാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ നിന്ന് കൃത്യമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യത്രയേ ഉള്ളൂ. അതിന്റെ രൂപമല്ല പറഞ്ഞത്, അതിന്റെ സ്വഭാവമാണ് പറഞ്ഞത്.
രൂപമോ അതിന്റെ കളറോ ഇതൊന്നും പറഞ്ഞില്ല. അതൊക്കെ ഏത് സ്വീകരിക്കാം. പക്ഷെ അതിന്റെ സ്വഭാവം എങ്ങനെയാകണം എന്നാണ് പറഞ്ഞത്. ഏതൊക്കെ ഭാഗങ്ങൾ മറയ്ക്കപ്പെടണം ആ വസ്ത്രം കൊണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അതാണ് പ്രായോഗികം. എല്ലാ കാലത്തും എല്ലാ നാട്ടിലും എല്ലാ സംസ്കാരങ്ങൾക്കും അപ്പോൾ അത് പാലിക്കാൻ കഴിയും. അതിന്റെ സ്വഭാവം ഏതാണെന്ന് പറഞ്ഞു. രൂപമോ വർണ്ണമോ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അത്രയും ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള എന്നാൽ വളരെ പ്രായോഗികവും പ്രാധാന്യത്തോടെയും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് തഖ്വ? അതൊരാളുടെ ഉള്ളിലുണ്ടാവേണ്ട ഒരു വിത്താണ്. ആ വിത്ത് വളരാനുള്ള ഏറ്റവും നല്ല സീസണാണ് റമദാൻ. ഏതൊരു ചെടിക്കും ഒരു സീസൺ ഉണ്ടല്ലോ. ആ സീസണിൽ തന്നെ അത് നട്ടു വളർത്തണം, അല്ലേ? അല്ലാത്ത കാലത്തും അത് വളരെയായിരിക്കും. പക്ഷെ ഏറ്റവും നന്നായി വളരുന്നത് ചില സീസണുകളിലാണ്. അങ്ങനെ ഒരു സീസണാണ് നമ്മളെ സംബന്ധിച്ച് റമദാൻ. ആ തരത്തിൽ റമദാനിന്റെ രാവുകളെയും പകലുകളെയും ഒരാൾക്ക് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അയാൾ പുതിയൊരു മനുഷ്യനായി ശവ്വാലിന്റെ പുലരിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടും. അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാനു ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ജതുനിബത്തിൽ കബായിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാണ്, ഒരു ദിവസത്തെ 5 നിസ്കാരങ്ങൾ, ആ നിസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങൾ, സുബഹിന് ശേഷം ളുഹറുണ്ട്, സുബഹിനും ളുഹറിനും ഇടയിൽ ഒരു 7 മണിക്കൂറെങ്കിലും ഉണ്ടാവും. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പാപങ്ങൾ വന്നാലേ ആ ളുഹർ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ളുഹറിന് ശേഷം അസർ കൊണ്ട് പരിഹരിക്കപ്പെടും. അങ്ങനെ നിസ്കാരങ്ങൾക്കിടയിൽ വന്നു പോകുന്ന വീഴ്ചകളൊക്കെ പാപങ്ങളൊക്കെ അങ്ങനെ പൊറുക്കപ്പെടും. പിന്നെ പറയാണ്, ജുമുഅയുടെ ഇടയിൽ വന്നു പോകുന്ന ഇടർച്ചകൾ, ചെറിയ ചെറിയ പാപങ്ങൾ, അതൊക്കെ അടുത്ത ജുമുഅ കൊണ്ട് പരിഹരിക്കപ്പെടും. പിന്നെ പറയാണ് റമളാനു ഇലാ റമളാൻ, റമളാനിനിടയിൽ വന്നു പോകുന്ന തിന്മകളെല്ലാം മറ്റ് റമളാന് കൊണ്ട് മായ്ക്കപ്പെടും. പക്ഷെ അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ജതുനിബത്തിൽ കബായിർ. മഹാപാപങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. സൂറത്ത് നിസായിൽ അല്ലാഹു അങ്ങനെ തന്നെ പറയുന്നുണ്ട്, മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ബാക്കിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. അള്ളാഹു അങ്ങനെ പൊറുക്കപ്പെട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് വിശുദ്ധരായി കടന്നു പോകുന്നവരിൽ ഉൾപ്പെടാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതൊരു കാര്യവും വിജയകരമാകണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? പ്ലാനിങ് ആണ് വേണ്ടത്. അതൊരു പരീക്ഷയാണെങ്കിലും ഒരു കല്യാണമാണെങ്കിലും ഒരു സൽക്കാരമാണെങ്കിലും ഒരു ടൂറ് പോകലാണെങ്കിലും എന്താണെങ്കിലും എത്ര നന്നായി പ്ലാൻ ചെയ്യുന്നുണ്ടോ അത്രയും നന്നായി അത് ഭംഗിയായിട്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ റമദാന് മുമ്പുള്ള ഒരാളുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസി അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത് പോലും അത്രയേറെ പുണ്യകരമായ കാര്യമായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒരിക്കലും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്, റസൂലും സഹാബികളും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലമ്മ അഖ്ബല ശഹ്റു റമദാന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് മാ തസ്തഖ്ബിലൂന വമാദാ യസ്തഖ്ബിലുക്കും. ഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബഅബി അൻത വഉമ്മി യാ റസൂലല്ലാഹ് വഹയുൻ നസല ഔ അദുൻ ഹദറ. എന്തോ സംഭവിച്ചതുപോലെ റസൂലുള്ളാഹി പറയാണ്, സുബ്ഹാനല്ലാഹ്, നിങ്ങളിലേക്ക് വരുന്നത് എന്താണ്, നിങ്ങളിങ്ങനെ ചെന്നണയുന്നത് എന്താണ്, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള രൂപത്തിൽ. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചാണ്, എന്താ റസൂലേ, വഹയി വല്ലതും ഇറങ്ങിയതാണോ? അതല്ല വല്ല ശത്രുവും നമ്മളെ നേരിട്ട് വരാനുണ്ടോ? വല്ല ശത്രുവും വരാനുണ്ടോ? അതല്ല വല്ല വഹയും ഇറങ്ങിയോ? അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് റസൂലുള്ളാഹി ഒരു വിഷയം തുടങ്ങുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊന്നുമല്ല, ലാ വലാകിൻ ശഹ്റു റമളാൻ, റമളാനാ വരുന്നത്. അതാണ് പറഞ്ഞതിന്റെ ഉള്ളടക്കം അതാണ്. എന്നിട്ട് പറയാണ്, യഗ്ഫിറുല്ലാഹു ഫി അവ്വലി ലൈലത്തിൻ ലികുല്ലി അഹ്ലി ഹാദിഹിൽ ഖിബ്ല. ഈ ഖിബ്ലയുടെ അവകാശികൾക്കെല്ലാം അല്ലാഹു റമളാനിന്റെ 1ാമത്തെ രാത്രി തന്നെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ഇങ്ങനെയാണ് റസൂലുള്ളാഹി പ്രയോഗിച്ചത്.
യഗ്ഫിറുല്ലാഹു ഫി അവ്വലി ലൈലത്തിൽ ലികുല്ലി അഹ്ലി ഹാദിഹിൽ ഖിബ്ല. അപ്പോൾ വഫിൽ ഖൗമി റജുലുൻ യഹുസ്സു റഅസഹു ഫയഖൂൽ. അപ്പോഴാണ് ആ കൂട്ടത്തിൽ ഒരു സഹാബി ഇങ്ങനെ തല ഇങ്ങനെ കൈകൊണ്ട് ഇടിച്ചിട്ട് നാശം നാശം എന്ന് പറഞ്ഞു. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, കഅന്നഹു ലാക സദറുക ബിമാ സമഅത. ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായോ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായോ എന്ന് റസൂൽ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് വലാകിൻ ദക്കർതു വൽ മുനാഫിഖ. റസൂൽ, ഞാൻ ആലോചിച്ചത് എന്താണെന്നറിയോ, സത്യവിശ്വാസികളാണ് എന്ന് പറയുകയും എന്നാൽ ഉള്ളിൽ കാപട്യവുമായി നടക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ്. അവർക്കിതിൻ്റെ നേട്ടം കിട്ടൂലല്ലോ.